ഇന്ന് പല വേദികളിലും നാം വിൽപ്പാട്ട് കണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇവിടെ CKP ഇന്ന് അണിയിച്ചൊരുക്കുന്ന ഈ വിൽപ്പാട്ടിൽ അകമ്പടിയായി നമ്മുടെ കുരുന്നുകൾ നൃത്തം വെക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇന്നുണ്ട്. ആ വിൽപ്പാട്ടിൽ ഇദ്ദേഹമാണ് വില്ലടിക്കുന്നത് അല്ലേ? വില്ലടിക്കുന്ന ആള് മോനെ എന്തുവാ പേരെന്തുവാ? ജഗന്നാഥ് നയിക്കുന്ന വിൽപ്പാട്ട്. അപ്പോൾ ഇന്നത് ഒരു കണക്കാക്കപ്പെട്ടിരുന്നത് ഗോത്രകലയുടെ ഭാഗമായി കണക്കാക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. ഇവിടെ നമ്മൾ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ അവർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കുക. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. 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 അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി, ഉമ്മായി നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര പൂമാര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി, ഉമ്മായി നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര പൂമാര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി, 1000 കോലോളം ഉയരമുണ്ട്, പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി, 1000 കോലോളം ഉയരമുണ്ട്, പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. 10,000 കൊമ്പ് മുളച്ചു കൊമ്പിലമ്പൊടും പത്രജാലകം, തളിരിട്ടു നിൽക്കുന്ന ചില്ലതോറും മലർച്ചാരുറ്റ പൂങ്കുല ജാലരമ്യം. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം,
ലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചന്ദ്രപൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചന്ദ്രപൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചന്ദ്രപൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. നല്ലൊരു കൈയെടുക്കുക, നല്ലൊരു കൈയെടുക്കുക. നാടൻപാട്ടിൻ്റെ മേഖലകളിൽ ഇപ്റ്റ എന്ന നാടൻപാട്ടിൻ്റെ അതുല്യ കലാകാരൻ സന്തോഷ് പാടിയ ഗാനമാണ് നമ്മളോട് കേട്ടത്. മോനെ മക്കളെ പോലെ വിൽപ്പാട്ടിൽ ചെയ്തിട്ടോട് നിൽക്കണേ, ഒന്നിക്കണേ. എന്തായിരുന്നു ചക്കര പേര് പറഞ്ഞു? മാനവാസ്. ഒന്ന് കൈയടിച്ചു കൊടുക്കണം, കാരണം ഗംഭീരമായിട്ടാണ് നമ്മുടെ മുന്നിൽ അവർ പെർഫോം ചെയ്തത്. ശ്രീദർശ്, അദ്വൈത്, ജഗന്നാഥ്, സൗരഭ്, അർജുൻ, വിധു, വേണി, ആദിത്യ എസ്, ശ്രേയ ശരൺ, തീർത്ഥ സന്തോഷ്, ക്ഷേത്ര പ്രദീപ്, ധ്രുവ, ശ്രീലക്ഷ്മി, അനാമിക മകേഷ്, വരദ. ഓക്കെ, ഇത് ചിട്ടപ്പെടുത്തിയവർക്ക് നല്ലൊരു കേട് കൊടുക്കുക, കാരണം ഗംഭീരമായിട്ടാണ്. അതിൻ്റെ ആ ലാസ്റ്റ് പോർഷൻ വരുമ്പം നമ്മുടെ സുന്ദരിക്കുട്ടികളായ കുഞ്ഞു മക്കൾ ഇങ്ങനെ കറങ്ങി പോകുമ്പം അവിടെ ആവേശം കൊണ്ട് കൈയടിക്കുമായിരുന്നു. ഞാനിവിടെ കൈയടിക്കാനും കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ അവർക്ക് നല്ലൊരു കൈ കൊടുക്കുക. ചെമ്പകപ്പൂ മേനിയാണ് ചന്ദനത്തളീർ ലാസലളിതം. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി മക്കൾക്ക്. താങ്ക് യു.